ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രിയാസ് മിറാക്കിൾ കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒരു ഗെറ്റ് ടുഗെദറിന് വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് വന്നിരിക്കുന്നത് ശോഭ സിറ്റിയിലാണ് കേട്ടോ. ഇവിടെ മീറ്റ് ചെയ്യാനായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഏകദേശം ഒരേ ടൈമിൽ തന്നെ എത്തിയിട്ടു. ഇതാണ് എൻ്റെ ഫ്രണ്ട്സ് രശ്മി ആൻഡ് ശില്പ. അപ്പോൾ ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങി നടക്കാം. കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഞങ്ങൾ ഒന്ന് മീറ്റ് ചെയ്യണം എന്ന്. ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായിട്ടോ ഞങ്ങൾ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ശോഭയിൽ ഒത്തുകൂടാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ മുകളിൽ കയറി എസ്കലേറ്ററിൽ കയറി മുകളിലെത്തി. അപ്പോൾ രശ്മിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ എസ്കലേറ്ററിൽ കയറാം. അപ്പം ഞങ്ങൾ പേടിക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ധൈര്യത്തിൽ സംഭരിപ്പിച്ച് കയറ്റിപ്പിച്ചതാണ് കേട്ടോ രശ്മിനെ. പിന്നെ മുകളിൽ അത്രയധികം ആൾക്കാരൊന്നും ഇല്ല, കാരണം ഇപ്പം സമയം 11:30 ആയിട്ടുള്ളൂ. അപ്പം അധികം ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഞങ്ങൾ മാത്രമാണ് കുറ്റിയും പറിച്ച് പോകുന്നത് കേട്ടോ. പിന്നെ കുറച്ച് നേരം സ്റ്റുഡിയോയിൽ കയറി കുറച്ച് നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. അതിനൊന്നും പിന്നെ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ വന്നത് ഫുഡ് മോളിലേക്കാണ്. ഇരുന്ന് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഫുഡ് മോളിലല്ലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇരുന്ന് സംസാരിക്കാൻ വേണ്ടി ഫുഡ് മോളിൽ വന്നു കേട്ടോ. അപ്പോൾ വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ അറ്റം മുതൽ അറ്റം വരെയുള്ള കടകളിലെ മെനു കാർഡ് മുഴുവൻ ഞങ്ങൾ അരിച്ചു പെറുക്കി എന്ത് വാങ്ങുമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ അവസാനം ഞങ്ങൾ തീരുമാനിച്ചു ഫലൂദ വാങ്ങാമെന്ന് തീരുമാനിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോക്ലേറ്റും സ്പാനിഷ് ഡിലൈറ്റും, ഞങ്ങൾ മൂന്നാളും ചോക്ലേറ്റ് ഫ്ലേവർ ലവേഴ്സാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ മൂന്നാളും ചോക്ലേറ്റിൻ്റെ ആ ഒരു ഫ്ലേവർ മതി. അപ്പോൾ ചോക്ലേറ്റും സ്പാനിഷ് ഡിലൈറ്റും കൂടിയിട്ടുള്ള ഒരു ഫ്ലേവറാണ് കേട്ടോ ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് അത് കഴിച്ച് നോക്കുമ്പോൾ ഞാൻ വോയിസ് പറയുന്നുണ്ട്, പക്ഷെ അതങ്ങോട്ട് മൊത്തം ഭയങ്കര എന്താ പറയുക, വോയിസ് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നുണ്ട് കേട്ടോ. കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ലതായിട്ട് തോന്നി കേട്ടോ. ഇതാകുമ്പോൾ 180 റുപ്പീസാണ് ഇവർ ഇതിന് ചാർജ് ചെയ്യണത്. മിനി ഫലൂദ എന്നാണ് കേട്ടോ ഇതിന് പറയുന്നത്. അത്യാവശ്യം ഈ പറഞ്ഞ പോലെ ഒരാൾക്ക് കഴിക്കാൻ പാകം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഒരെണ്ണം വാങ്ങി ഞങ്ങൾ മൂന്നാളും കൂടി ഷെയർ ചെയ്ത് കഴിക്കുക ചെയ്തത്. അത് അങ്ങനെ എന്താ വിചാരിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരൈറ്റം തന്നെ 3 വാങ്ങിയാൽ ചിലപ്പോൾ അത് പിന്നെ നമുക്ക് വേറെ ഐറ്റങ്ങളൊന്നും വാങ്ങാൻ സാധിക്കില്ല. അപ്പം ഞങ്ങൾ വിചാരിച്ചു പല വെറൈറ്റികൾ വാങ്ങി ട്രൈ ചെയ്യാം. അപ്പോൾ ഓരോന്നായിട്ട് വാങ്ങിയിട്ട് അഥവാ ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ വാങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഞങ്ങൾ ആ ഒരു മിനി ഫലൂദ തീർത്തതിന് ശേഷം നമ്മൾ നേരെ പോയത് ഈ സ്പൈറൽ പൊട്ടറ്റോൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ഇത് ഏത് ഫ്ലേവറാണ് നല്ലത് എന്നൊന്നും എനിക്കറിയില്ല, ഒരു ഐഡിയ ഇല്ല കേട്ടോ. ഞാൻ എന്തോ അറേബ്യൻ ടിക്ക അങ്ങനെ എന്തെന്തോ ആണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തത്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതന്നെ അറേബ്യൻ ടിക്കയാണ് നല്ലത് എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എന്നാൽ ശരി അതന്നെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ എന്ത് വാങ്ങും. അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഷെഫ് പിള്ളയുടെ ഒരു കുത്തു എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോൾ വന്നിട്ടുണ്ട് ശോഭ സിറ്റിയിൽ. അപ്പോൾ പിന്നെ അവിടുന്ന് ഒരു റോള് ഞങ്ങൾ ട്രൈ ചെയ്തു. പിന്നെ ഒപ്പം തന്നെ തൊട്ടപ്പുറത്തെ ഷോപ്പിൽ നിന്ന് ഞങ്ങൾ ഒരു എന്താ പറയുക നട്ട്സും ചോക്ലേറ്റും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫ്ലേവറായിട്ടുള്ള ഐസ്ക്രീം അല്ല സോറി ഷെയ്ക്ക് വാങ്ങിയിട്ടാണ്. പക്ഷെ ഷെയ്ക്ക് വിത്ത് ഐസ്ക്രീം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചത്. കാരണം 230 റുപ്പീസാണ് അവർ മിൽക്ക് ഷേക്കിന് ചാർജ് ചെയ്യുന്നത്. പക്ഷേ അതിന് വിത്ത് ഐസ്ക്രീം ഒന്നും അവർ തന്നില്ല കേട്ടോ. പക്ഷേ ഈ ഷെഫ് പിള്ളയുടെ ഞങ്ങൾ നഗറ്റ്സും പിന്നെ മിക്കി മൗസ് പൊറാത്ത റോളാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അത് 2 ഫ്ലേവർ വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ ഇതുപോലെ ഒരു ഷേക്ക് മേടിക്കുകയാണ് ചെയ്തത് കേട്ടോ. അതിലെ ആ നഗറ്റ്സ് നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശോഭ സിറ്റി പോകണമെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്തോളൂ. അത് മാത്രമല്ല അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്. 60 റുപ്പീസും ഒരെണ്ണം 80 റുപ്പീസ് അത്ര വരുന്നുള്ളൂ. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്കത് തോന്നിയത് കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ ഈ ഷൻഗായ് ടൈംസിൽ പോയിട്ട് എന്ത് ട്രൈ ചെയ്യുന്ന ആലോചിച്ചപ്പോഴാണ് സിസ്ലേഴ്സ് ട്രൈ ചെയ്യാന്ന് ചോദിച്ചു. സത്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല സിസ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുക വന്നിട്ട് അങ്ങനെ വരുന്ന ഒരു ഐറ്റം ആണ് ഞങ്ങൾക്ക് ആർക്കും അറിയണ്ടായിരുന്നില്ല കേട്ടോ. അവിടുന്ന് ആ സാധനം വാങ്ങി വരുമ്പോൾ എനിക്ക് ആകെ ഇതായി, നിറയെ പുക. നോക്കുമ്പോൾ ചുറ്റും നോക്കണ ആൾക്കാരെല്ലാവരും നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കേണ്ടത് എന്താ ഇപ്പം ഇത്. പിന്നെ നല്ല ഇങ്ങനെ ഓരോ ശബ്ദങ്ങളൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ പൊട്ടിത്തെറിക്കോ ഇങ്ങനെ തന്നെയാണോ, ഞങ്ങൾക്ക് തന്നെ ചിരി വന്നു തുടങ്ങി. ആൾക്കാരെല്ലാവരും എന്താ പറയുക ചുറ്റുഭാഗത്തുള്ളവർ മുഴുവൻ നമ്മളെ തന്നെ നോക്കുകയാണ്. അവർക്കും ചിലപ്പോൾ ഇതിനെക്കുറിച്ച് അറിയണ്ടായിരുന്നില്ല, നമുക്കും അറിയണ്ടായിരുന്നില്ല കേട്ടോ ഈ സിസ്ലേഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നുള്ള സംഭവം. ഞങ്ങൾ ഓർഡർ ചെയ്തത് എന്താ ചിക്കൻ ലോലിപോപ്പ് ആയിരുന്നു കേട്ടോ. അതിൻ്റെ സിസ്ലേഴ്സ് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കഴിക്കുന്നത്. അപ്പം നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ചൂടാണ്, ആവി ഇങ്ങനെ പോകുന്നു. നിങ്ങൾ ഫ്രെയിമിൽ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ടാവും. നല്ല ചൂടുണ്ട്. കഴിച്ച് നോക്കിയപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ട് നന്നായിട്ട് തോന്നിയില്ല കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ എനിക്കത് അത്ര നന്നായിട്ട് തോന്നിയില്ല. പിന്നെ നമ്മൾ ചിക്കൻ കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചിക്കൻ നല്ല ഈ പറഞ്ഞ പോലെ നല്ല ചൂടുണ്ട്, ആവി ഇങ്ങനെ പറക്കാണ്.
നമുക്ക് ശരിക്കും ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു ഐറ്റം കഴിക്കുന്നത്. ചൈനീസ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഞാൻ അത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത് കേട്ടോ. പക്ഷെ ചിക്കന് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അത് അപ്പം ആദ്യം മനസ്സിലായില്ലേ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ക്യാബേജിന്റെ തൊലിയുടെ ഉള്ളിലാണ് അവര് ഈ എന്താ പറയാ ഈ നൂഡിൽസും ചിക്കന്റെ ഈ മസാലയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു സ്മെല്ല് വരുന്നുണ്ട്, കരിയണ സ്മെല്ലാണ് കേട്ടോ നമുക്ക് വരുന്നത്. അപ്പൊ നമ്മൾ വിചാരിച്ചത് ഇത് അടിഭാഗം കരി ഉണ്ടാവുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഈ ക്യാബേജാണ് കരിയണത്. നൂഡിൽസിനൊന്നും സംഭവിക്കുന്നില്ല കേട്ടോ. പിന്നെ മാത്രമല്ല ഇത് കഴിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റിലേക്ക് ആയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അത് നന്നായിട്ട് മസാല മുഴുവൻ മിക്സ് ചെയ്യണം. അതിന്റെ അടിയിൽ മസാലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ നമ്മളിത് കഴിച്ചു നോക്കേണ്ടത്. അത് അങ്ങനെ കഴിച്ചു നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എല്ലാവർക്കും ഇഷ്ടമായി, രണ്ടാൾക്കും നന്നായിട്ട് ഇഷ്ടമായി. പിന്നെ അങ്ങനെ മസാല പറ്റിയിട്ട് പിന്നെ ഞാനും ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്കും കുഴപ്പമില്ലാന്ന് തോന്നിയിട്ടോ. ഫസ്റ്റിൽ കഴിച്ചപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായില്ല. ശരിക്കും ഈ പച്ച നൂഡിൽസ് ഇല്ല, അത് കഴിക്കണം, വേവിച്ച് വെറുതെ മസാല ഒന്നും ഇടാതെ കഴിക്കില്ല, അതുപോലെ എനിക്ക് തോന്നിയത്. പക്ഷെ ഇതിപ്പോ ഇങ്ങനെ നന്നായി മിക്സ് ചെയ്ത് വന്നപ്പോൾ ആ ചിക്കന്റെ മസാല കൂടി വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ചൈനീസ് ലവേഴ്സ് വല്ലവരും ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫുഡ് മോളിൻ്റെ അടുത്ത് നിന്ന് ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് നേരെ അവിൽ മിൽക്കിന് മാത്രമായിട്ടൊരു ഷോപ്പ് ശോഭ സിറ്റിയിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത് അവിടെ ഒന്ന് കയറി ട്രൈ ചെയ്യാന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെയും ഒരെണ്ണം തന്നെ ഓർഡർ ചെയ്തു. ബട്ടർ സ്കോച്ചിന്റെ അവിൽ മിൽക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. അതും പെട്ടെന്ന് തന്നെ വന്നു കേട്ടോ. ഇത്ര താമസമൊന്നും എടുത്തില്ല, വേഗം തന്നെ വന്നു. അപ്പൊ അത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇത് ബട്ടർ സ്കോച്ച് മാത്രമല്ല, ഐസ്ക്രീം വിത്ത് ഐസ്ക്രീമാണ് നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. വിത്തൗട്ട് ഐസ്ക്രീം ഉണ്ട് കേട്ടോ. ഇത് അവിലും ഒക്കെ പഴത്തിന്റെയും അവിലിന്റെയും ബട്ടർ സ്കോച്ചിന്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കൊള്ളായിരുന്നു, വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. പഴമൊക്കെ ഇഷ്ടമുള്ള അവിലൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ. ഇതിനധികം റേറ്റ് ഒന്നും വരുന്നില്ല, 120 rupees ഒക്കെയാണ് കേട്ടോ ഇതിന് ചാർജ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫുഡ് മോളിന്റെ അവിടെ നിന്ന് ബൈ പറഞ്ഞ താഴെ എസ്കലേറ്ററിൽ താഴത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇതുപോലെ ട്രെയിന് പിന്നെ ബസ് അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് എന്റർടൈൻ ചെയ്യാനുള്ള ഒരുപാട് സംഗതികളുണ്ട്. പിന്നെ ഞങ്ങൾ നേരെ മാക്സിൽ അങ്ങോട്ട് കയറി. പിന്നെ നമ്മൾ പെൺകുട്ടികളാകുമ്പോൾ എത്രയായാലും ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ അവിടേക്കൊരു ചായവ് ഉണ്ടാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കി. ഇപ്പൊ എനിക്ക് ഈ ഒരു പാന്റും ഷർട്ടും എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി കേട്ടോ. പിന്നെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വന്ന് നോക്കുമ്പോ ഇങ്ങനെ ഈ ഷ്രഗ് കണ്ടത്. അപ്പൊ ഞാൻ ഈ ഷ്രഗ് മാത്രമായിട്ട് എന്താ എന്ന് വിചാരിച്ചപ്പോ നോക്കുമ്പോഴാണ് ഇപ്പുറത്തെ ടോപ്പ് കണ്ടത്. അപ്പൊ ഇത് രണ്ടും ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ആണ്, സെപ്പറേറ്റ് പ്രൈസ് ആണ്. പക്ഷെ ഇത് രണ്ടും കൂടി ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്ന ലുക്ക് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ലുക്ക് വൈസ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടിനും റേറ്റ് അത്യാവശ്യം ഉണ്ട്. രണ്ടും കൂടിയിട്ട് ഒരു 1500 അടുത്തേക്ക് റേഞ്ച് വരുന്നുണ്ട് കേട്ടോ, രണ്ടും കൂടിയിട്ട്. പക്ഷെ എനിക്കത് വലിയ കുഴപ്പമില്ലാന്ന് തോന്നിട്ടോ. പിന്നെ ഇങ്ങനെ ഓരോ കളക്ഷൻസ് നോക്കി വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ നോക്കുമ്പോൾ ഇതൊരു ഉടുപ്പ് പോലെ ഇടാൻ പറ്റും, മുട്ട് വരെ നിൽക്കും. പിന്നെ ഒരു ബെൽറ്റ് പോലത്തെ ഒരു ഇതുണ്ട് അതിന് ഒപ്പം തന്നെ. അപ്പൊ അതൊരു ഉടുപ്പ് പോലെ ആയിട്ട് ഇടാൻ പറ്റും എന്ന് എനിക്ക് തോന്നിട്ടോ. പിന്നെ ഇത് ഫുൾ സൈസ് ഫ്രോക്കായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം ഒരു കാഷ്വൽ വെയർ ആയിട്ട് എനിക്ക് അത് ഫീൽ ചെയ്തു കേട്ടോ. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ പോന്നു. അവിടുന്ന് പിന്നെന്താ അപ്പുറത്ത് കളക്ഷൻസ് ഒരു ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ ഇത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് ജീൻസിനൊക്കെ ഇടാൻ പറ്റിയ ടോപ്പാണ് കേട്ടോ. അത്യാവശ്യം ഇറക്കമുണ്ട്, എന്നാ കുർത്ത പോലും അല്ല, അങ്ങനത്തെ ഒരു മോഡൽ കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതും ഈ രണ്ട് കുർത്തയും എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ കുർത്തയാണ് കേട്ടോ. താഴോട്ട് ഇങ്ങനെ വി പോലെ ഇറക്കുന്ന ടൈപ്പ്. പക്ഷെ റേറ്റ് അത്യാവശ്യം ഉണ്ട്, 1500 റേഞ്ച് കുർത്തയ്ക്ക് വരുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട്. ഞാൻ മാക്സിൽ അങ്ങനെ വരാറില്ല, ഞാൻ സ്റ്റുഡിയോയിലാണ് മെയിൻ കൂടുതലും പോവാറുള്ളത് കേട്ടോ. പിന്നെ ഇതാ 499 നോർമൽ ടൈപ്പുള്ള കുർത്തകള് ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്, ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട്. അത് 499 വരുന്നത് രണ്ടെണ്ണം എടുക്കുമ്പോഴാണ് കേട്ടോ 499 വരുന്നത്. പിന്നെ അവിടുന്ന് കുറെ നേരം ഈ പറഞ്ഞ പോലെ അവിടെ കിടന്ന് കുറെ കറങ്ങിട്ടോ. ഞാൻ വീണ്ടും ആ 499 കുർത്തയുടെ അടുത്തേക്ക് എത്തി. എനിക്ക് ആ മെറൂൺ കളർ കുർത്ത നല്ല ഇഷ്ടമായിട്ടോ. ഇത് പക്ഷെ ഈ സെലക്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ റയോൺ ടൈപ്പിലുള്ള കുർത്തകളാണ് കേട്ടോ അധികം ഉള്ളത്. പിന്നെ ഈ കുർത്ത എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു പെട്ടെന്ന് കണ്ട ഒരു ഓവർകോട്ട് പോലെ എനിക്ക് തോന്നിയിട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ആ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഒരു എന്താ പറയാ നല്ല ലുക്ക് വൈസ് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ടോ. പിന്നെ അവിടെ നിന്നിട്ട് വീണ്ടും എന്താ പറയാ ഇപ്പുറത്തോട്ട് വന്നപ്പോ ഇവിടെ കോട്ടന്റെ കുർത്തീസാണ് കേട്ടോ അധികം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുക്കുന്ന കുർത്തീസ് സാധാരണ ഇവിടുന്ന് നല്ല സ്റ്റുഡിയോ എന്നായാലും എനിക്ക് ഇറക്കാൻ അങ്ങോട്ട് സെറ്റ് ആവാറില്ല.
ഇറക്കം കുറച്ച് കുറവുള്ള പോലെ തോന്നും കേട്ടോ. നിങ്ങൾ വൈറ്റ് ലെവേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഈ കുർത്തയൊക്കെ നല്ല അടിപൊളി ചോയ്സ് തന്നെയാണ് കേട്ടോ. പിന്നെ സെറ്റ് ഉണ്ട്, പാന്റും ടോപ്പും കൂടിയിട്ട് ഒരു 1300 റേഞ്ച് 400 റേഞ്ച് ഒക്കെ വരുന്നുള്ളൂ കേട്ടോ. അത് അത്ര ഓവർ റേറ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല, കാരണം പാന്റും ടോപ്പും കൂടിയിട്ടാണ് വരുന്നത്. പിന്നെ അതാ കുട്ടികളുടെ കളക്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ കണ്ണാടി കണ്ടാൽ നമ്മൾ വിടുവോ, അപ്പൊ നമ്മൾ ഒന്നുകൂടി ഒന്ന് സ്റ്റൈലൊക്കെ ആയതിനു ശേഷം ഒരു സെൽഫി എടുക്കാന്ന് വിചാരിച്ചിട്ടോ ഞങ്ങളെല്ലാവരും കൂടിയിട്ട്. പിന്നെ അവിടുന്ന് പുറത്തേക്ക് വന്നപ്പോൾ ബുക്ക് സ്റ്റാൾ കണ്ടു. അപ്പോൾ അവിടെ റാം ആനന്ദി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഭയങ്കരമായിട്ട് വൈറലായിട്ടുള്ള പുസ്തകമല്ലായിരുന്നു റാം ആനന്ദി. അപ്പോൾ ആ പുസ്തകം കണ്ടപ്പോൾ രശ്മിയും ശില്പിയും കൂടിയിട്ടൊന്ന് മറച്ചു നോക്കിട്ടോ. നമ്മുടെ അശ്വതി ശ്രീകാന്തിന്റെ കാളി പുസ്തകമൊക്കെ കൂടി ഉണ്ട് കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ നേരെ താഴോട്ട് എത്തി. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ശില്പ ഓർഡർ ചെയ്തത് ഹോട്ട് ചോക്ലേറ്റ് ആണെന്ന് കേട്ടോ. അത് ഫുള്ള് ചോക്ലേറ്റ് ആയിരുന്നു, അത്രയും എന്താ പറയുക തിക്കായിട്ട് തന്നെ ഇരുന്നിട്ടത്. ഞാൻ ഓർഡർ ചെയ്ത് ഓറിയോ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. ഐസ്ക്രീം അല്ല, എന്താ സോഫ്റ്റ് അങ്ങനെ എന്തോ ആയിരുന്നു. പിന്നെ രശ്മി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോട്ട് ഫഡ്ജ് ബ്രൗണി വിത്ത് ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ മൂന്നാൾ ഓരോ ചിയേഴ്സൊക്കെ പറഞ്ഞ് ഞങ്ങളത് കഴിക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് കലാശക്കൊട്ടായിരുന്നു കേട്ടോ ഈ ഐസ്ക്രീം. ഇതോടുകൂടി നമ്മുടെ വയറ് ഫുള്ളായി. ഇനി ഒരു രക്ഷയില്ല, ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റില്ല. ഇനി വല്ലതും കഴിക്കണമെങ്കിൽ വയറ് വാടകയ്ക്ക് വെക്കണം എന്ന് പറഞ്ഞ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്താ മക്കളെ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണോ പോയെന്ന്. അങ്ങനെയല്ല, എൻജോയ് ചെയ്ത് അങ്ങനെ നടക്കുമ്പോൾ നമുക്ക് അതൊരു രസമായിട്ട് തോന്നും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ എൻജോയ് ചെയ്യാറുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ രശ്മി പോയി, ഇപ്പോൾ നമ്മുടെ ശില്പയും പോവാണ്, ഞാനും ഇറങ്ങുകയായി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെന്താ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ബൈ.